കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ അതിരൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാർ നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. ഇത് LDFന്റെ ശൈലിയല്ല. ഘടകകക്ഷികളെ ഇരുട്ടത്ത് നിർത്താനാകില്ല. സർക്കാരിന് എവിടെയാണ് കൂട്ടുത്തരവാദിത്വം? ഇത് ജനാധിപത്യ വഴിയല്ല, തിരുത്തപ്പെടണം. കർശന നടപടി വേണോ എന്ന് തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ നിലപാടിൽ ഉറച്ച CPIM. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ട പണം കേരളത്തിന് ലഭിക്കണമെന്ന് തന്നെയാണ് നിലപാടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ട പണം കിട്ടുക തന്നെ വേണം. CPIM അന്നും ഇന്നും പദ്ധതിയിലെ നിബന്ധനകൾക്ക് എതിരാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ സർക്കാരിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. CPIയുമായുള്ള പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് തരേണ്ടുന്ന ഒരു 8,000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം. ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PM ശ്രീ പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കും. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് തന്ത്രപരമായ നീക്കമെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ 1476 കോടി രൂപ കിട്ടും. ഫണ്ട് തടഞ്ഞുവെച്ച് സംസ്ഥാനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്രമാണ്. RSS അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമത്തിനെതിരെ പോരാടും. PM ശ്രീയുടെ ഒരു പദ്ധതിയും ആരംഭിച്ചിട്ടില്ല. പാഠ്യപദ്ധതിയോ പാഠപുസ്തകങ്ങളോ മാറില്ല. ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല. കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് നേടിയെടുക്കേണ്ടത് സർക്കാരിന്റെ കടമയെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. കാലത്തിനനുസരിച്ച് നിലപാട് മാറുമെന്നും NEPക്ക് എന്താണ് കുഴപ്പമെന്നും മന്ത്രി ചോദിച്ചു. PM ശ്രീ പദ്ധതി 2027 മാർച്ചിൽ അവസാനിക്കും. ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും 2 വർഷത്തെ PM ശ്രീ ഫണ്ടും ഉൾപ്പെടെ 1476 കോടി 13 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുറന്നും പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടില്ല. പൂട്ടിയ സ്കൂളുകൾ തുറന്ന പാരമ്പര്യമേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളൂ. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ചേർന്നതിലെ CPIയുടെ ഭിന്നത LDF ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPI LDFിലെ പ്രധാന പാർട്ടിയാണ്. അവരുടെ അഭിപ്രായം കേൾക്കും. ചില വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരാം. വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. PM ശ്രീ പദ്ധതിയെ പൂർണ്ണമായും അവഗണിക്കേണ്ടതില്ലെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി. പദ്ധതി കേന്ദ്രത്തിൻ്റെതായതുകൊണ്ട് മാത്രം ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസിന് അഭിപ്രായമില്ല. പദ്ധതിയിൽ ഏതെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് സംസ്ഥാന സർക്കാരിനുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന്. ഓരോ സ്കീം വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും. അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട്. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിലൂടെ CPIയേക്കാൾ പ്രാധാന്യം BJPക്കാണെന്ന് CPIM തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടതിന് പിന്നാലെയാണ് ഒപ്പുവെച്ചതെന്നും RSS അജണ്ട നടപ്പാക്കുകയാണ് സർക്കാരെന്നും VD സതീശൻ പറഞ്ഞു. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് CPM കേന്ദ്ര കമ്മിറ്റിയുടെ സംസ്ഥാനത്തെ മന്ത്രിസഭ PMC പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട്, അല്ല ഇത് എട്ടത്താപ്പാണ്. എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം ഇതിൽ ഒപ്പിടാൻ. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത്. കേന്ദ്രത്തിന്റെ ചില പൊളിറ്റിക്കൽ അജണ്ട ഈ പദ്ധതിയിൽ കൂടി അടിച്ചേൽപ്പിക്കുകയാണ്. ആ കണ്ടീഷൻസിനാണ് എതിർത്ത്. സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കുറച്ച് പണം കിട്ടുമെന്ന് കരുതി എന്തും പഠിപ്പിക്കാമെന്ന് ശരിയായ നിലപാടല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുമോ? ഫണ്ട് BJPയുടെ ഔദാര്യമല്ലല്ലോ, ജനങ്ങളുടെ ഫണ്ടാണ്. അതിന് നിയമവഴി നോക്കണം. തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് മാതൃക. അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ PM ശ്രീ പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിന് പിന്നാലെ CPIയെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി BJP നേതാവ് K സുരേന്ദ്രൻ. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചത് വൈകിയാണെങ്കിലും നല്ല കാര്യമെന്നും CPIക്ക് കേരളത്തിൽ പ്രസക്തി ഇല്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. NEPയും അംഗീകരിക്കും, SIRഉം നടപ്പാക്കും, പൗരത്വ രജിസ്റ്ററും കേരളത്തിൽ വരുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്രം നടപ്പാക്കുന്നതെല്ലാം കേരളത്തിൽ നടപ്പായിരിക്കുമെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിക്കെതിരെ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് AISF പ്രതിഷേധ മാർച്ച് നടത്തി. PM ശ്രീയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചതെന്നാണ് SFIയുടെ വിശദീകരണം. നമ്മൾ നൽകുന്ന നികുതിയുടെ വിഹിതം നമ്മൾക്ക് കിട്ടണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ഇടതുമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ. ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ച നടത്തിയിരുന്നെന്നും അന്ന് SFI ആശങ്ക അറിയിച്ചിരുന്നതാണെന്നും സഞ്ജീവ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ച CPIM നിലപാടിൽ പ്രതിഷേധം കടുപ്പിച്ച് KSU. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറെ തടഞ്ഞുവെച്ചാണ് പ്രതിഷേധിച്ചത്. PM ശ്രീ പദ്ധതിക്കെതിരെ കോഴിക്കോട് MSF പ്രതിഷേധിച്ചു. കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ മാവൂർ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ LDF സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് തുറന്നു നൽകുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന് വിറ്റിരിക്കുകയാണെന്നും ഇത് വലിയൊരു ഇടപാടിന്റെ ഭാഗമാണെന്നും അലോഷ്യസ് സേവ്യർ ആരോപിച്ചു. സംഘപരിവാർ രാഷ്ട്രീയത്തിന് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയാണ് PM ശ്രീ പദ്ധതി വഴി ഒപ്പിട്ടതിലൂടെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. വരും തലമുറ സവർക്കറേയും അതേപോലെ ഗോൾവർക്കറേയും പോലെയുള്ള സംഘപരിവാർ നേതാക്കന്മാരെ ഇന്ത്യൻ രാഷ്ട്രീയ സമരത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരാണ് എന്ന് ഒരു പക്ഷേ വരും തലമുറ പഠിക്കേണ്ടുന്ന സാഹചര്യം വരുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഇത്തരത്തിലുള്ള PM ശ്രീ പദ്ധതിയിലൂടെ
ഒപ്പിട്ടത് വഴി സാധ്യമാവുകയാണ്. സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കാനാണ് സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. പിണറായി സർക്കാർ RSS നിയന്ത്രിക്കുന്ന സർക്കാരായി മാറി. ഒപ്പുവെച്ചതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും OJ ജനീഷ് പറഞ്ഞു. സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി RSS നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പരിപൂർണമായി മാറിയിരിക്കുകയാണ്. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൻ്റെ പുറകിലെ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ത് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം. മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക മൊഴി. സ്വർണം വാങ്ങിയ ബെല്ലാരി സ്വദേശി ഗോവ